വിശദമായ വാർത്തകളിലേക്ക്. അബുദാബി ഹിന്ദു ക്ഷേത്രത്തിൽ നാളെ മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. ഫെബ്രുവരി 14 ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിച്ചത് മുതൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരുന്നു പ്രവേശനം. എല്ലാ തിങ്കളാഴ്ചയും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഈ മാസം 14 അബുദാബി അബുമുറൈഖയിലെ ഹിന്ദു ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിച്ചത്. ഇതുവരെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആളുകൾക്കും VIP അതിഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ക്ഷേത്രത്തിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആഴ്ചയിൽ 6 ദിവസമാണ് ഇത്തരത്തിൽ ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുക. തിങ്കളാഴ്ചകളിൽ ക്ഷേത്രം അടച്ചിടും. രാവിലെ 9 മണി മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം അനുവദിക്കുക. 27 ഏക്കറിൽ 700 കോടി ചെലവിട്ടാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രം നിർമ്മിച്ചത്. UAE 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം. ഇന്ത്യയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളുമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. 2018 ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. 24 ദുബായ്. എമിറേറ്റ്സ് സൂപ്പർ സാറ്റർഡേ കുതിരയോട്ട മത്സരത്തിനൊരുങ്ങി ദുബായ് കുതിരയോട്ട ലോകകപ്പ് മത്സരത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന മത്സരം മെയ്താൻ റൈസ് കോഴ്സിലാണ് നടക്കുക. കുതിരയോട്ട ലോകകപ്പിന് മുന്നോടിയായി മാർച്ച് 2 എമിറേറ്റ്സ് സൂപ്പർ സാറ്റർഡേ മത്സരങ്ങൾ നടക്കുക. മെയ്താൻ റേസ് കോഴ്സിൽ നടക്കുന്ന മത്സരത്തിൽ ദുബായ് രാജകുടുംബത്തിൻ്റെതുൾപ്പെടെ ലോക പ്രശസ്തമായ കുതിരകൾ മാറ്റുരയ്ക്കും. ആകെ 9 റേസുകളാണ് സൂപ്പർ സാറ്റർഡേയിൽ നടക്കുക. 8 ലക്ഷം ദിർഹത്തിലേറെയാണ് സൂപ്പർ സാറ്റർഡേ ജേതാക്കൾക്കുള്ള സമ്മാനം. They will be having 9 races. 7 of them will be group races plus 2 classic races, and plus that will be a lot of parallel activities will be going on. We'll having a lot of fashion activities and competition. We'll be having the draw for very special vehicles. We have also Pick 7. The competition will be going on there. So basically, we are while having this press conference, we are trying to give the message to all the society in Dubai and across United Arab Emirates to come and enjoy with one of our biggest feature races in Dubai Racing Club. കുതിരയോട്ടത്തിന് പുറമെ വർണ്ണാഭമായ പല മത്സരങ്ങളും സൂപ്പർ സാറ്റർഡേയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എമിറേറ്റ്സ് ആണ് പരിപാടിയുടെ പ്രായോജകർ. പരിപാടിയുടെ ഭാഗമാകുന്നതിൽ ആവേശവും അഭിമാനവും ഉണ്ടെന്ന് ഏഷ്യൻ റേസിംഗ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും എമിറേറ്റ്സ് അതോറിറ്റി ജനറൽ മാനേജറുമായ മുഹമ്മദ് സയ്യിദ് അൽ ഷഹി പറഞ്ഞു. സൂപ്പർ സാറ്റർഡേ മത്സരത്തിന് ശേഷം ലോക പ്രശസ്തമായ കുതിരയോട്ട ലോകകപ്പ് മത്സരം നടക്കും. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് വേൾഡ് കപ്പ് കുതിരയോട്ട മത്സരം നടക്കുക. 192 കോടിയിലധികം രൂപ വിലയുള്ള സമ്മാന തുകയാണ് മത്സരത്തിന്റെ പ്രധാന ആവേശം. 24 ദുബായ്. ജിദ്ദയിൽ മലപ്പുറം ജില്ലാ KMCC നടത്തിവരുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വ ക്യാമ്പയിൻ ആരംഭിച്ചു. മരണാനന്തര ആനുകൂല്യങ്ങളും ചികിത്സാ സഹായങ്ങളും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സഹായം അംഗങ്ങൾക്ക് ഇതിനോടകം വിതരണം ചെയ്തതായി സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി ജിദ്ദയിലെ മലപ്പുറം ജില്ലാ KMCC കുടുംബ സുരക്ഷാ പദ്ധതി നടത്തിവരുന്നുണ്ട്. പദ്ധതിയുടെ പുതിയ കാലയളവിലേക്കുള്ള അംഗത്വ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം സൗദി KMCC മുഖ്യ രക്ഷാധികാരി KP മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. മാർച്ച് അവസാനം വരെ അംഗത്വം സ്വീകരിക്കും. 60 റിയാലാണ് ഒരു വർഷത്തേക്കുള്ള പ്രീമിയം. അംഗങ്ങൾക്ക് ചികിത്സാ സഹായവും പ്രവാസ ജീവിതം അവസാനിപ്പിക്കുമ്പോഴുള്ള ആനുകൂല്യങ്ങളും നൽകുന്നതിന് പുറമെ മരണപ്പെടുന്ന അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ധനസഹായവും നൽകി വരുന്നുണ്ട്. ഇതിനു പുറമെ വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന അംഗങ്ങളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായാൽ മരണാനന്തര ആനുകൂല്യത്തിൽ നിന്നും നിബന്ധനകൾക്ക് വിധേയമായി 5000 റിയാൽ വരെ അടിയന്തര സഹായം അനുവദിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരു വർഷത്തിനിടക്ക് അംഗങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് മരണപ്പെടുന്ന ആളുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി 5 ലക്ഷം വരെയും വിവിധ രീതിയിലുള്ള ചികിത്സകൾക്ക് 1 ലക്ഷം രൂപ വരെയും പ്രവാസത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് 25,000 രൂപ വരെയും ആനുകൂല്യം കൊടുക്കാൻ തക്ക രീതിയിലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ ആളുകളുടെ പ്രാതിനിധ്യം കുറവായിരുന്നെങ്കിലും 10,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഈ പദ്ധതി വിപുലമായ രീതിയിൽ തന്നെ നടത്തപ്പെടുന്നുണ്ട്. മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് പുറമെ KMCC സൗദി നാഷണൽ കമ്മിറ്റിയും ജിദ്ദ സെൻട്രൽ കമ്മിറ്റിയും സുരക്ഷാ പദ്ധതികൾ നടത്തിവരുന്നുണ്ട്. ജിദ്ദയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ KMCC ഭാരവാഹികളായ ഇസ്മായിൽ മുണ്ടുപറമ്പ്, നാണി ഇസാഖ്, ഇല്യാസ് കല്ലിങ്ങൽ, KK മുഹമ്മദ്, അഷ്റഫ് മുല്ലപ്പള്ളി, അബൂട്ടി പള്ളത്ത് എന്നിവർ പങ്കെടുത്തു. ജലീൽ കടമകലം, 24 ജിദ്ദ.
കുവൈറ്റിന്റെ 63ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ കുവൈറ്റ് ബീച്ച് ക്ലീനിംഗും ആഘോഷവും സംഘടിപ്പിച്ചു. കുവൈറ്റ് ദേശീയ പതാകയേന്തിയ കുട്ടികളടക്കമുള്ളവരെ കുവൈറ്റി പൗരന്മാർ നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സോയ്ക്ക ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വർക്കിംഗ് പ്രസിഡന്റ് BM ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിഷ് ഷേലാത്ത്, KKMA വൈസ് ചെയർമാൻ AP അബ്ദുൽ സലാം എന്നിവർ ആശംസകൾ നേർന്നു. സൗദിയിലെ യാംബുവിൽ നടക്കുന്ന പുഷ്പോത്സവത്തിൽ പങ്കാളിയായി ലുലു ഹൈപ്പർ മാർക്കറ്റ്. യാംബു ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ സെലിബ്രേഷൻ പാർക്കിൽ നടക്കുന്ന പരിപാടിയിൽ പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്താണ് ലുലു പങ്കാളിയാകുന്നത്. ഫ്ലവർ ഷോയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും അഗ്രി ബിസിനസിനെയും തദ്ദേശീയ കാർഷിക സാധ്യതകളെയും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ലുലു പടിഞ്ഞാറൻ പ്രവിശ്യ റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി പറഞ്ഞു. ഫ്ലവർ ഷോ മാർച്ച് 9 സമാപിക്കും. വിശുദ്ധ റമദാൻ മാസത്തിൽ നിരവധി കാരുണ്യ പദ്ധതികളുമായി കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. കുവൈറ്റിലെ അംഗീകൃത ജീവകാരുണ്യ സംഘടനകളായ നമാ ചാരിറ്റി, ഗവാഫിൽ ചാരിറ്റി, ഇസ്ലാമിക് കെയർ സൊസൈറ്റി, വാസിം അഹൽ അൽ ഖൈർ, അൽ നജാഖ് ചാരിറ്റി എന്നിവയുമായി സഹകരിച്ച് ചാരിറ്റി ഗിഫ്റ്റ് കാർഡുകൾ പുറത്തിറക്കി. കൂടാതെ പ്രതിദിനം 400-ലധികം സൗജന്യ ഇഫ്താർ കിറ്റുകളും വിതരണം ചെയ്യുമെന്ന് ലുലു മാനേജ്മെന്റ് അറിയിച്ചു. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഖുറൈൻ ബ്രാഞ്ചിൽ പരമ്പരാഗത റമദാൻ സൂഖ് ആരംഭിച്ചു. കൂടാതെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇഫ്താർ ഭക്ഷണ കൗണ്ടറുകളും ആരംഭിക്കും. യുവ പണ്ഡിതനും UAE ഹുജൈറ മസാഫി പള്ളിയിൽ ഇമാമുമായ നൌഷാദ് പുന്നത്തലയുടെ മൻഖൂസ് മൗലിദ് അർത്ഥസഹിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഫുജൈറയിൽ നടന്നു. ഫുജൈറ മസാഫിയിൽ നടന്ന ചടങ്ങിൽ കുഞ്ഞു മുഹമ്മദ് കല്ലിങ്ങൽ സിദ്ദിഖ് കാസർഗോഡിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച പ്രവാചക പ്രകീർത്തന ഗ്രന്ഥമായ മൻഖൂസ് മൗലിദിലെ ആശയങ്ങളാണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി പരിപാലന കമ്മിറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഷെഫീഖ് തങ്ങൾ കൊല്ലം, ബഷീർ മിസ്ബാഹി കുടക്, സക്കീർ കട്ടച്ചിട തുടങ്ങിയവർ സംസാരിച്ചു. സിദ്ധാർത്ഥിന് മരണം വിധിച്ചത് ആര്? പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2 പ്രതികൾ കീഴടങ്ങി. SFI നേതാക്കളായ അമൽ ഇഹ്സാൻ, K അരുൺ എന്നിവരാണ് കൽപ്പറ്റ DYSP ഓഫീസിലെത്തി കീഴടങ്ങിയത്. അമൽ ഇഹ്സാൻ SFI യൂണിറ്റ് സെക്രട്ടറിയും K അരുൺ സർവകലാശാല യൂണിയൻ പ്രസിഡന്റുമാണ്. ഇവരെ കൂടാതെ പ്രതിപട്ടികയിലുള്ള മറ്റൊരാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൂവരും സിദ്ധാർത്ഥിനെ മർദ്ദിക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തവരാണ്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. കൽപ്പറ്റ DYSP അന്വേഷണ ഉദ്യോഗസ്ഥനായാണ് പ്രത്യേക സംഘം. വയനാട് SPക്കാണ് മേൽനോട്ട ചുമതല. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കേസിലെ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതിനായി അഖിലും മറ്റ് പ്രതികളും ഗൂഢാലോചന നടത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. ഈ സമയം സഹപാഠികൾ ഉൾപ്പെടെ 130ഓളം ആളുകൾ ഇത് നോക്കി നിന്നു. ക്രൂരമർദ്ദനവും ആരും സഹായിക്കാത്തതിന്റെ മനോവിഷമവും ആത്മഹത്യക്കിടയാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനം ഏറ്റുവെന്നും കുറ്റക്കാർ ആരും രക്ഷപ്പെടരുത് എന്നടക്കമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരിന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്. അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. കേസിൽ പ്രതികളായവരെ SFI പുറത്താക്കി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KSUവിന്റെ തീരുമാനം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ പന്തം കൊളുത്തി പ്രതിഷേധിക്കും. 24 വയനാട്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ വിമർശനം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P രാജീവ് അറിയിച്ചു. സർവകലാശാലയ്ക്ക് മുന്നിൽ KSUവും ABVPയും സമരം തുടങ്ങി. പ്രതികളായ SFIക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വിമുഖത കാണിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുവരെ കാണാത്ത സമരമുഖത്തേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. നടന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ക്യാമ്പസിൽ ഭരിക്കുന്ന
കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണ്? മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും. SFI കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് EP ജയരാജൻ. ആര് പ്രതിപ്പട്ടികയിലുണ്ടായാലും തിരക്കേടില്ല. തെറ്റാണ്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോളേജ് ക്യാമ്പസിന് മുന്നിൽ KSUവും ABVPയും പ്രതിഷേധ സമരം തുടങ്ങി. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC ആഹ്വാനം ചെയ്ത സമരാഗ്നി യാത്രയ്ക്ക് സമാപനം. കേരളത്തിൽ 2 സീറ്റ് നേടുമെന്നത് നരേന്ദ്രമോദിയുടെ സ്വപ്നമാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് VD സതീശനും പറഞ്ഞു. ഫെബ്രുവരി 9 കാസർഗോഡ് നിന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് ആരംഭിച്ച സമരാഗ്നി യാത്രയാണ് ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിച്ചത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി BRS സർക്കാരിനെ പോലെ അഴിമതി നിറഞ്ഞതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്ന് കുറ്റപ്പെടുത്തി. കേരളത്തിൽ 2 സീറ്റ് നേടുമെന്ന മോദിയുടെ പരാമർശത്തിന് വേദിയിൽ കെ സുധാകരന്റെ മറുപടി. മോഡി പറഞ്ഞു പോയിട്ടുണ്ട് 2 അക്കം പള്ളി പറഞ്ഞാൽ മതി. മോഡി വന്നിട്ട് വർഷം 10 ആയില്ലേ? ഒന്നും ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയതൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. കേരള സർക്കാരുകൾ ജനങ്ങളെ ദുരിതത്തിലാക്കിയതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി ഉണ്ടാകുമെന്ന് VD സതീശൻ. ജനങ്ങളുടെ സങ്കടങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേദിയെ മാറ്റും എന്ന് ഞാൻ കേരളത്തിലെ ജനസമൂഹത്തിന് മുഴുവൻ ഉറപ്പ് നൽകുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ മത്സരിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രഖ്യാപിച്ചു. BJP has to face a tougher fight here from Thiruvananthapuram and Shashi Tharoor will win. CPM has to face a tougher fight from here. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളും കടന്നുള്ള കോൺഗ്രസിന്റെ ജാഥ. കോൺഗ്രസിനുള്ളിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് ജാഥ നയിക്കാൻ തീരുമാനമായത്. ആലപ്പുഴയിലെ സുധാകരന്റെ പരാമർശത്തിൽ കടുത്ത വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് സതീശനെ അനുനയിപ്പിച്ചത്. ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു നടത്തിയ യാത്ര പ്രവർത്തകർ എങ്ങനെ സ്വീകരിച്ചു എന്നറിയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കണം. സലിം മാലിക്, 24 തിരുവനന്തപുരം. സമ്രാഗ്നി ജാഥയുടെ സമാപന സമ്മേളനത്തിനെത്തിയ പ്രവർത്തകർ നേരത്തെ പോയതിൽ നീരസം പ്രകടിപ്പിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സമ്മേളനം നടത്തുമ്പോൾ അത് മുഴുവൻ കേൾക്കാതെ പ്രവർത്തകർക്ക് മനസ്സുണ്ടാകണമെന്നും കെ സുധാകരൻ പറഞ്ഞു. KPCC അധ്യക്ഷന്റെ നീരസ പ്രകടനത്തിന് പിന്നാലെ പ്രവർത്തകരെ ആശ്വസിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കൊടും ചൂടിൽ ഉച്ചയ്ക്ക് വന്ന മനുഷ്യരാണിവർ. പ്രവർത്തകർ നേരത്തെ പോയതിൽ പ്രസിഡന്റ് ഒരു വിഷമവും വേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഒരു പ്രസംഗത്തിന് ഞാനില്ല, കളം കാലിയായി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ 2 ആൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാണ്. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു. 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടും. അതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്. അതിനകത്തൊരു വിഷമം വേണ്ട. നമ്മുടെ പ്രവർത്തകരല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും സലിം മാലിക് നൽകും വിവരങ്ങൾ. സലിം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
അരുണ്യ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയാകാത്ത പശ്ചാത്തലത്തിലാണ് സമരാഗ്നിക്ക് തൊട്ടു പിന്നാലെ തിരക്കിട്ട നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം കടന്നത്. അതിന്റെ ഭാഗമായി KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തി. രാത്രി തന്നെ ഇപ്പോഴും കൂടിയാലോചനകൾ നടക്കുകയാണ്. നാളെയോടുകൂടി തന്നെ ഇതിലെ ഈ ആശങ്കകളെല്ലാം പരിഹരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രധാനമായി ഇപ്പോഴുള്ള കൂടിയാലോചന. അതിൽ തന്നെ 3 സീറ്റുകളിലാണ് ഇപ്പോഴും കോൺഗ്രസിന് ഒരു വ്യക്തത വരാനുള്ളത്. ഇന്ന് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച കഴിഞ്ഞപ്പോൾ നിലവിൽ 16 സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 15 സീറ്റിലും ഒറ്റ പേര്, നിലവിൽ എംപിമാരുടെ പേര് മാത്രമായിരുന്നു നൽകിയിരുന്നത്. ആലപ്പുഴയിലായിരുന്നു പേര് നൽകാത്തത്. ആ ആലപ്പുഴയും ഒപ്പം തന്നെ ഒറ്റ പേര് നൽകിയ വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെയും ആശങ്ക പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തുന്നത്. അതിൽ കണ്ണൂരിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചെങ്കിലും നിർബന്ധപൂർവ്വം മത്സരിച്ചേ പറ്റൂ എന്നൊരു നിലപാട് നേതാക്കൾ എടുത്തതാണ്. പക്ഷേ അതിൽ ആ സീറ്റിൽ K ജയന്തിനെ പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും K സുധാകരൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുമോ എന്നുള്ളതിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനി വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയൂ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത പശ്ചാത്തലത്തിൽ പ്രചരണ രംഗത്ത് കോൺഗ്രസ് പിറകിലേക്ക് പോകുന്നു എന്നൊരു ആരോപണം അണികൾ തന്നെ ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് വളരെ തിരക്കിട്ട് തന്നെ എത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വം നീക്കം നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ രാത്രി വൈകിയും ചർച്ച തുടരുകയും ചെയ്യുന്നത്. അരുണ്യ. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചെന്ന് രാജ്ഭവൻ. രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി ലഭിച്ചത്. മറ്റ് 3 ബില്ലുകളിൽ തീരുമാനം കാത്തിരിക്കുകയാണെന്നും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ്. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ഗവർണർ ഒപ്പുവെച്ചു. ലോകായുക്ത നിയമ ഭേദഗതിയുടെ അംഗീകാരം രാഷ്ട്രീയ നേട്ടമായി വിലയിരുത്തുന്ന സർക്കാർ ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിച്ചു. ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചുവെച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത്. ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്ന ബിൽ, വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബിൽ, സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ എന്നിവയാണ് തടഞ്ഞുവെച്ചത്. 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ 3 ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ഗവർണർക്ക് കനത്ത തിരിച്ചടിയുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. നിയമരംഗത്തൊരു വലിയ കാൽവെപ്പാണ് നമ്മുടെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് തന്നെ എടുത്ത ഒരു സമീപനം. രാഷ്ട്രപതി അനുമതി നൽകിയതോടെ അഴിമതി നിരോധന നിയമത്തിന്റെ നടുപൊടിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അണ്ണൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട്. ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ RS ശശികുമാറും പറഞ്ഞു. അതേസമയം സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ടു പോകാനാണ് ഗവർണറുടെ തീരുമാനം. രാജ്ഭവന് ലഭിച്ച നിയമോപദേശമനുസരിച്ചാണ് തുടർ നടപടികൾ. കേരള, സാങ്കേതിക, കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങളും റദ്ദാക്കും. 24 തിരുവനന്തപുരം. P. ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളൊഴികെ മറ്റെല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. 2ാം പ്രതി ചിരുക്കണ്ടോത്ത് പ്രശാന്ത് ഒഴികെയുള്ള 8 പ്രതികളെയാണ് വെറുതെ വിട്ടത്. RSS ജില്ലാ, താലൂക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയായിരുന്നു കേസിലെ പ്രതികൾ. പ്രതികളും സർക്കാരും സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. 1ാം പ്രതി കടിച്ചേരി അജി, മനോജ്, പാര ശശി, എളംതോട്ടിൽ മനോജ്, കുനിയിൽ സനൂപ്, ജയപ്രകാശൻ, കോവേരി പ്രമോദ്, തൈക്കണ്ടി മോഹനൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. 2ാം പ്രതി പ്രശാന്ത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഇയാൾക്കെതിരെ വിചാരണ കോടതി ചുമത്തിയ ചില കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വധശ്രമത്തിനടക്കം പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിനിടെ നീതി ലഭിച്ചില്ലെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും P. ജയരാജൻ പ്രതികരിച്ചു. ഒരു വിചാരണ കോടതി ശിക്ഷിക്കുന്നു, അപ്പീൽ കോടതിയിൽ ആ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് പ്രതികളെ വിട്ടയക്കുന്നു. ഇത് സാധാരണഗതിയിൽ പല കേസുകളിലും നടക്കുന്ന കാര്യമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള
നടപടികൾ കോടതിയുടെ ഭാഗത്തുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ വിധിക്കെതിരായി സ്റ്റേറ്റ് അപ്പീൽ പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം അക്രമത്തിൻ്റെ ഇരയെന്ന നിലക്ക് സുപ്രീം കോടതിയിൽ എനിക്ക് ഹർജി നൽകാമോ എന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. അതേസമയം കേസിലെ 3 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. 1999 ഓഗസ്റ്റ് 25 തിരുവോണ ദിവസം പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. പ്രതികളിൽ 2 പേർ നിലവിൽ ജീവിച്ചിരിപ്പില്ല. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.